നമസ്കാരം. ഈ കാലങ്ങളിൽ കൂടുതൽ ആളുകൾ എന്നോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ ആരാഞ്ഞറിയുവാൻ താല്പര്യം കാണിക്കുന്നത് വിവാഹമോചനത്തെപ്പറ്റി എൻ്റെ അഭിപ്രായം എന്ത് എന്ന് അറിയാനാണ്. വിവാഹമോചനം വിഹിതമാണോ? ക്രിസ്ത്യാനികൾക്ക്, വിശ്വാസികൾക്ക് വിവാഹമോചനം അനുവദനീയമാണോ? സഭയുടെ നിലപാടിൽ വിവാഹമോചനം അനുവദനീയമല്ല. എന്നാൽ ചില കണ്ടീഷനിൽ അത് അനുവദനീയമാണ്. ഉദാഹരണമായിട്ട് ഭാര്യയോ ഭർത്താവോ അവരുടെ ബന്ധത്തിന് അപ്പുറത്ത് അവിഹിതമായ ബന്ധങ്ങൾ സ്ഥാപിച്ചു എന്നതിന് കാര്യമാത്ര പ്രസക്തമായ തെളിവുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ. രണ്ടാമത്, ഭാര്യയ്ക്കോ ഭർത്താവിനോ ഇൻസാനിറ്റി, ഭ്രാന്ത് പിടിച്ചു, സമനില തെറ്റിപ്പോയി, ഒരു വിധത്തിലും ഇനിയും ശരിയാകുകയില്ല. മൂന്നാമത്, ഇൻകമ്പാറ്റിബിലിറ്റി, പരസ്പര പൊരുത്തം, ഒരു വിധത്തിലും പൊരുത്തപ്പെടാനൊക്കുന്നില്ല. അതൊരു വലിയ ഭ്രാന്തിനേക്കാൾ വലിയ പ്രശ്നമാണത്. യഥാർത്ഥത്തിലുള്ള ഭ്രാന്തി പൊരുത്തക്കേടാണ്. ഭ്രാന്തെന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് വരുന്നു. ഒരു ദമ്പതികൾക്ക് വരുന്ന ഭ്രാന്തിൻ്റെ പേരാണ് പൊരുത്തക്കേട്. വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഡു നോട്ട് ബി അൺഈക്വലി യോക്ഡ് ടുഗദർ വിത്ത് അൺബിലീവേഴ്സ്. പരസ്പരം ഇണചേരാത്ത ആളുകളുമായി നിങ്ങൾ വിവാഹത്തിലേർപ്പെടുക. നരകം വെറുതെ വിളിച്ചു വരുത്തി തലയിൽ വെക്കരുത് എന്നാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള മലയാള ഭാഷ. അപ്പോൾ ഈ പ്രശ്നം പരീശന്മാർ യേശുവിനോട് ഉയർത്തി, യേശുവിൻ്റെ അഭിപ്രായം ആരാഞ്ഞു, യേശു കൊടുത്ത മറുപടിയൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. എൻ്റെ എളിയ അഭിപ്രായം, വിവാഹമോചനത്തെപ്പറ്റി നമുക്ക് ഒരു നിലപാടെടുക്കണമെങ്കിൽ വിവാഹത്തെപ്പറ്റി നമുക്കൊരു നിലപാടുണ്ടായിരിക്കണം, ഒരു ധാരണയുണ്ടായിരിക്കണം, ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. വിവാഹം എന്നാൽ എന്ത്? നിങ്ങൾ സമയമുണ്ടെങ്കിൽ ഒന്നിറങ്ങി നടന്ന് ഒരു 10-20 ക്രിസ്തീയ ഭവനങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള വിശ്വാസികളോട് ഒറ്റ ചോദ്യം ചോദിക്കണം. നിങ്ങൾ വിവാഹിതരായല്ലോ, വിവാഹം എന്നാൽ എന്ത്? അപ്പോൾ അറിയാം എന്താണ് ഇതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്താണെന്നറിയാതെ എല്ലാവർക്കും പ്രവേശിക്കുവാൻ അവകാശമുള്ളൊരവസ്ഥയാണ് ഈ വിവാഹ ജീവിതം. വിവാഹ ജീവിതത്തിൻ്റെ ആൽഫയും ഒമേഗയും അറിഞ്ഞിട്ട് വേണം കല്യാണം കഴിക്കാനെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ കുറഞ്ഞപക്ഷം ഒരു വർക്കിംഗ് നോളജ്, ഇതെന്താണെന്നൊരു പൊതുവായ ധാരണയെങ്കിലും ഇല്ലാതെ എങ്ങനെയാണ് ആളുകൾ ഇതിൽ വരുന്നത്? പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൻ്റെ, വൈവാഹിക ബന്ധത്തിൻ്റെ അടിത്തറ എന്ത് എന്നതിനെപ്പറ്റി നമുക്കൊരു ധാരണയുണ്ടാകണമല്ലോ. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആമുഖമായിട്ട് ഇത് സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ലോകത്തിൽ 2 വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വിവാഹത്തെ പറ്റിയുണ്ട്. ഒന്ന്, വിവാഹം ഒരു കോൺട്രാക്റ്റാണ്. ഇപ്പം മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാടിൽ വിവാഹം ഒരു കോൺട്രാക്റ്റാണ്. ക്രിസ്ത്യാനികൾ താത്വികമായി വിവാഹത്തെ ഒരു കോൺട്രാക്റ്റായിട്ട് മനസ്സിലാക്കുന്നില്ല. അതൊരു കവനൻ്റായിട്ടാണ്, ഒരു സക്രമെൻ്റായിട്ടാണ്. കോൺട്രാക്റ്റും കവനൻറ്റും തമ്മിലുള്ള വ്യത്യാസം, കോൺട്രാക്റ്റിൽ 2 വ്യക്തികൾ മാത്രമാണ്. 2 വ്യക്തികൾ പരസ്പരം അതിൻ്റെ കണ്ടീഷൻസ് സമ്മതിച്ച് ഒപ്പുവെച്ച് പ്രവേശിക്കുന്ന അവസ്ഥയുടെ പേരാണ് കോൺട്രാക്റ്റ്, കോൺട്രാക്ച്വൽ സിറ്റുവേഷൻ. കവനൻ്റ് എന്ന് പറയുമ്പോൾ 2 വ്യക്തികളും, എന്നാൽ അവർക്കുപരിയായി ദൈവവും ഉണ്ടായിരിക്കും. ഗോഡ് ഈസ് എ നെസസറി പാർട്ടി ടു എ കവനൻ്റൽ റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് വിവാഹം ഒരു പ്രത്യേക
ആരാധനാക്രമം പോലെ വെച്ച് നാം ആരാധന ആലയത്തിൽ വെച്ച് നടത്തുന്നത്. എന്നാൽ ഇത്രയും മാത്രം എല്ലാവരും ഒരുപോലെ സഞ്ചരിക്കുന്നവരാണ്. എന്നാൽ ഇനി ഞാൻ ചോദിക്കുകയാണ്, ക്രിസ്തീയ ദർശനത്തിൽ, വിവാഹത്തെ പറ്റിയുള്ള ക്രിസ്തീയ ദർശനത്തിൽ ദൈവം പങ്കാളിയാണ് എന്ന് നാം പറയുമ്പോൾ ഏതർത്ഥത്തിലാണ് പറയുന്നത്? അപ്പോൾ ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പം എന്താണെന്ന് ചോദ്യം ഉദിക്കും. അവിടെയും നമ്മൾ ഉത്തരം മുട്ടും. ദൈവത്തെപ്പറ്റി നാം എന്താണ് ധരിച്ചിരിക്കുന്നത്? സത്യ അനുഭവത്തിൽ കൂടെ നാം ഏത് ധാരണ വെച്ച് ദൈവത്തോട് ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു എന്നൊക്കെ വെച്ച് സത്യസന്ധമായി പറഞ്ഞാൽ നാം ദൈവത്തെപ്പറ്റി എന്ത് ധാരണയാണ് വെച്ച് പുലർത്തുന്നത്? ഒരു ധാരണയുമില്ലാതെ നാം എങ്ങനെയാണ് ദൈവത്തെ നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ പങ്കാളിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനിവാര്യ ഘടകമാണ് എന്ന് പറയുന്നത്? അതായത് സത്യമായി പറഞ്ഞാൽ, വ്യക്തമായി പറഞ്ഞാൽ, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മീഡിയേറ്റർ ദൈവമാണ് എന്നാണ് ക്രിസ്തീയ സങ്കല്പം. ഗോഡ് ഈസ് ദ മീഡിയേറ്റർ ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ. ദൈവത്തിനല്ലാതെ മറ്റാർക്കും ഈ ഒരു ബന്ധത്തിൽ കൈകടത്തുവാൻ അവകാശമില്ല. ആരും കൈകടത്തരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം കൂട്ടിച്ചേർത്തതിനെ ആരും പിരിക്കരുത്, പിരിക്കരുത് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അധികാരത്തിൽ മാത്രം സ്ഥിതി ചെയ്യേണ്ടതാണ്. പക്ഷേ ആ ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിനെ പറ്റി നമുക്ക് യാതൊരു വിവരവുമില്ലെങ്കിൽ ഇതെങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്? അവിടെ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ലളിതമായതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായം നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ 8-ാം വാക്യത്തിൽ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. ലവ് നെവർ ഫെയിൽസ്. ഈ വാക്യത്തെപ്പറ്റി വളരെ മനോഹരമായൊരു വിശ്ലേഷണം ഡച്ച് ഫിലോസഫറായിരുന്ന സോറൻ കിർക്കെഗാർഡിൻ്റെ ദ വർക്ക്സ് ഓഫ് ലവ് എന്ന് പറഞ്ഞ പുസ്തകത്തിലുണ്ട്. അത് ആ പുസ്തകം മുഴുവനും ഈ ചാപ്റ്ററിനെ പറ്റിയാണ്. ഒരു 150 പേജുള്ള പുസ്തകം ഈ 13 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിമനോഹരമായ, ഇതിനെപ്പറ്റി അതിനേക്കാൾ മനോഹരമായൊരു പുസ്തകം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കത് നെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് എടുത്ത് വായിക്കാവുന്നതാണ്. ദ വർക്ക്സ് ഓഫ് ലവ് ബൈ സോറൻ കിർക്കെഗാർഡ്. അത് 19-ാം നൂറ്റാണ്ട് മധ്യഭാഗത്ത് ആ കാലഘട്ടത്തിലാണ് അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ടാണ് സ്നേഹം ഒരിക്കലും ഉതിർന്നു പോകുകയില്ല എന്ന് പറയുന്നത്? നാം ലോകത്ത് നോക്കുമ്പോൾ വിവാഹ ജീവിതം തകർന്ന് ആകുകയാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ പള്ളിയിൽ വെച്ച് തന്നെ നടത്തുന്ന വിവാഹങ്ങളിൽ 50% ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ തകർന്ന് തരിപ്പണമാകുന്നുണ്ട്. പിന്നെ സെക്കൻഡ് മാരേജ് നടത്തുമ്പോൾ അതിൻ്റെ 35% ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ തകർന്ന് തരിപ്പണമാകുന്നുണ്ട്. എന്നിട്ടും പറയുന്നു സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ആ പ്രശ്നം നമുക്ക് മനസ്സിലാക്കണം. കാരണം ആ പ്രശ്നത്തെ മനസ്സിലാക്കുന്നതിൽ കൂടെ മാത്രമേ നമുക്ക് വിവാഹമോചനത്തെപ്പറ്റി സത്യസന്ധമായ ഒരു നിലപാട് രൂപീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ സ്നേഹത്തെപ്പറ്റി അദ്ദേഹത്തിന് വ്യക്തമായൊരു ധാരണയുണ്ട്, ആത്മീയമായൊരു വീക്ഷണമുണ്ട്. അതെന്താണ്? അത് യോഹന്നാൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമാണെന്ന് തോന്നുന്നു. ദൈവം സ്നേഹം തന്നെ. അപ്പോൾ ലോകത്തിൽ സ്നേഹത്തെപ്പറ്റി പലവിധമായ കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ ഞാൻ സാഹിത്യം പഠിപ്പിച്ച ആളാണ്. റൊമാൻറ്റിക് പോയട്രിയിൽ മുഴുവനും സ്നേഹത്തെപ്പറ്റിയാണ്. അത് ഒരു വിധത്തിലുള്ള സ്നേഹമാണെന്ന് റൊമാൻറ്റിക് പോയട്രിയിലോ സാഹിത്യത്തിലോ മാത്രമല്ല, എല്ലാ കാലഘട്ടങ്ങളിലും സ്നേഹം ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരുന്നു. ആ സ്നേഹമൊന്നും നിലനിൽക്കുന്ന സ്നേഹമായിരുന്നില്ല. അപൂർവം ചിലതൊക്കെ നിന്നു, ചിലതൊക്കെ അവസാനം വരെ നിന്നുവെങ്കിലും കാലം കഴിയുമ്പോൾ അത് പൊള്ളയായതൊരു പിന്നെ ശവം പോലെ എടുത്തുകൊണ്ട് നടന്നു. ഇങ്ങനെയൊക്കെയാണ് ജീവിത യാഥാർത്ഥ്യങ്ങൾ. കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമുള്ളതെന്ന് കരുതുകയാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ വിവക്ഷിക്കുന്ന സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല എന്ന് പറയുമ്പോൾ
അതിൻ്റെ ആന്തരികമായ വെളിച്ചവും ഊർജവും അതിൻ്റെ ഫലപുഷ്ടിയും സൽഫലങ്ങളും കാലക്രമേണ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാകുന്നത്. വെള്ളം അല്പസമയം കഴിയുമ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടും. എന്നാൽ വീഞ്ഞോ കാലം കഴിയും തോറും അതിൻ്റെ മേന്മ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതുപോലെ ആയിരിക്കണം ദാമ്പത്യ ജീവിതം എന്ന സൂചനയാണ് പ്രതീകാത്മകമായ സംഭവത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് മനസ്സിൽ വെക്കുമ്പോൾ സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല എന്ന പൗലോസ് അപ്പോസ്തലൻ്റെ ആ ഒരു സാക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് സ്നേഹം മുതിർന്നു പോകാത്തത്? യഥാർത്ഥ സ്നേഹമാണെങ്കിൽ മുതിർന്നു പോകുകയില്ല. സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ച് മറ്റേതിനെയെങ്കിലും ആശ്രയിച്ച് എടുത്തു ചാടുമ്പോൾ അത് ഉതിർന്നു പോകും. അങ്ങനെ ഉതിർന്നു പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു ലോകത്തിലും സംസ്കാരത്തിലുമാണ് നാം ജീവിക്കുന്നത്. സ്നേഹത്തിനധികം ഷെൽഫ് ലൈഫില്ല. വളരെയധികം ആവേശത്തിൽ വിവാഹം കഴിക്കുന്ന സ്ത്രീയും പുരുഷനും പിന്നെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി, ആത്മഹത്യ ചെയ്ത് രക്ഷപ്പെടുന്നവരുമുണ്ട്, ഒളിച്ചോടിപ്പോയി രക്ഷപ്പെടുന്നവരുമുണ്ട്, ജീവിത പങ്കാളിയെ കൊന്നിട്ടോടിപ്പോയി രക്ഷപ്പെടുന്നവരുമുണ്ട്. ഇങ്ങനെ പലവിധം കഥകളാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു വിവാഹം യഥാർത്ഥത്തിൽ വിവാഹമാകണമെങ്കിൽ അതിൻ്റെ അടിത്തറ സ്നേഹമായിരിക്കണം. ലോകം പറയുന്ന സ്നേഹമല്ല, കവികൾ വാഴ്ത്തിപ്പാടുന്ന സ്നേഹമല്ല, പിന്നെയോ ദൈവത്തിൽ അധിഷ്ഠിതമായ സ്നേഹം, ദൈവത്തിൽ നിന്നുദിക്കുന്ന സ്നേഹം, ലവ് ദാറ്റ് ഒറിജിനേറ്റ്സ് ഇൻ ഗോഡ്. ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നത് മാത്രമേ യഥാർത്ഥ സ്നേഹമാകുകയുള്ളൂ. കിർക്കെഗാർഡ് പറയുന്നുണ്ട്, ഇറ്റ്സ് ഫ്രം ഗോഡ് ആൻഡ് ഗോഡ് അലോൺ ദാറ്റ് വി ലേൺ ലവ് ആൻഡ് ഹൗ ടു ലവ്, ബട്ട് ഫോർ ഗോഡ് ദർ വിൽ ബി നോ ലവ് ഓൺ എർത്ത് എന്ന് പറയുന്നുണ്ട്. അത് വളരെ സത്യമാണ്. അപ്പോൾ ദൈവം എപ്രകാരം നിത്യനാകുന്നുവോ, ജസ്റ്റ് ആസ് ഗോഡ് ഈസ് ഇമ്മോർട്ടൽ, ലവ് ഓൾസോ ഈസ് ഇമ്മോർട്ടൽ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് സ്നേഹമാണെങ്കിൽ അത് ഉതിർന്നു പോകുകയില്ല. പിന്നെ അദ്ദേഹം പറയുന്നത്, ദാറ്റ് വിച്ച് ഫെയിൽസ് നെവർ വാസ് ലവ്. അത് കീർക്കെഗാർഡിൻ്റെ ഒരു പ്രത്യേക പ്രയോഗമാണത്. ദാറ്റ് വിച്ച് ഫെയിൽസ് നെവർ വാസ് ലവ്. നിങ്ങൾ സ്നേഹമാണെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നു, അത് സ്നേഹമായിരുന്നില്ല, മറ്റെന്തോ ഒരു ഹോർമോണൽ സുണാമി ആയിരുന്നു, അതിനെ നിങ്ങൾ സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ മറ്റേതോ കണക്കുകൂട്ടലിൽ നിങ്ങൾ എടുത്തു ചാടി, അത് സ്നേഹമായിരുന്നില്ല. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം വളരെ വ്യക്തമായി നാം ധരിക്കണം. പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ ഇത് ധരിക്കണം. വിവാഹപ്രായമൊക്കെ അടുത്ത് വരുന്ന കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കന്മാർ ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇനിയും എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഒരു വിവാഹം നടക്കണമെങ്കിൽ, വിവാഹം ഒരു മാളികയായി നാം സങ്കല്പിച്ചാൽ അതിൻ്റെ അടിത്തറ സ്നേഹമാണ്. ഈ അടിത്തറയിലല്ലാതെ വിവാഹമെന്ന് പറയുന്ന മാളിക പണിയുവാൻ സാധ്യമല്ല. പണിതാൽ അത് മണലിന്മേൽ പണിത വീടിനെ പോലെ ആയിത്തീരും. അത് വീണ് ഉടഞ്ഞ് തരിപ്പണമായി പോകും. അത് നിയമമാണ്. അതിന് അതിശയിച്ചിട്ടോ പരാതിപ്പെട്ടിട്ടോ കാര്യമില്ല. അപ്പോൾ നാം സഭയുടെ ആഭിമുഖ്യത്തിൽ വിവാഹം നടത്തുന്നു. ഒരു പുരുഷനെയും സ്ത്രീയെയും വിവാഹ ജീവിതം എന്ന് പറയുന്ന ഈ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ പ്രതികൂലങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെ ആക്കി വയ്ക്കുന്നു. സഭയുടെ അധികാരത്തിൻ്റെ കീഴിൽ എന്ന് പറയുമ്പോൾ, സഭയുടെ അധികാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ഇവർ തമ്മിലുള്ള ബന്ധം യഥാർത്ഥത്തിൽ ദൈവികമായ സ്നേഹത്തിൽ അടിത്തറയിട്ടതാണ്. അതുകൊണ്ട് ഇത് ഉതിർന്നു പോകുകയില്ല എന്ന് ബോധ്യപ്പെടുത്തി ആ ചുമതല വഹിച്ചുകൊണ്ട് വേണം ഒരു പുരോഹിതൻ
ഒരു വിവാഹ ചടങ്ങിൽ കാർമ്മികത്വം വഹിക്കും, പുരോഹിതനാണെങ്കിലും മെത്രാനാണെങ്കിലും. അങ്ങനെയാണോ നമ്മുടെ ഇടയിൽ നടക്കുന്നത്? പുരോഹിതന്മാർക്കോ മെത്രാന്മാർക്കോ അങ്ങനെ വല്ല ചുമതലയുമുണ്ടോ? ചുമതലയില്ല. ചുമതല ഇല്ലാതിരിക്കാൻ കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അത് ഏറ്റവും പ്രധാനമായി വ്യക്തമായി നാം മനസ്സിലാക്കണം. എന്തുകൊണ്ട് ചുമതലയില്ല? കാരണം ക്രിസ്തീയ സമൂഹത്തെ മതപരമായി പരിശീലിപ്പിക്കുമ്പോൾ അതിന് സ്നേഹത്തിന് ഒരു ഊന്നലും നാം കൊടുക്കുന്നില്ല. ആരെയെങ്കിലും സ്നേഹിക്കാൻ പഠിപ്പിക്കണമെന്നോ സ്നേഹിക്കണമെന്ന് ഉത്ബോധിപ്പിക്കണമെന്നോ സ്നേഹിച്ചാൽ എന്ത് ആകുമെന്നോ സ്നേഹിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നോ ദൈവം സ്നേഹമാണ്, അതുകൊണ്ട് ദൈവത്തോട് ബന്ധപ്പെടുത്തണമെങ്കിൽ ഈ സ്നേഹത്തിൽ വളരണമെന്നോ സ്നേഹത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്നോ ആരും പഠിപ്പിക്കില്ല. നമ്മുടെ ഇടയിൽ വിവാഹത്തിന് മുമ്പുള്ള പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്. എത്ര പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൽ സ്നേഹത്തെപ്പറ്റി പറയുന്നുണ്ടോ അതെനിക്കറിയില്ല. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തെ ആസ്പദമാക്കി എന്തെങ്കിലും ഒരു കാര്യം പറയാൻ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അത് ആധികാരികമായി പറയുവാൻ സഭയ്ക്ക് സാധ്യമല്ല. കാരണം സഭാജീവിതത്തിൽ സ്നേഹത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. സഭാജീവിതം എന്താണ്? ചില ചടങ്ങുകൾ, ചില ആചാരങ്ങൾ, ചില പ്രക്രിയകൾ, ചില അഡ്മിനിസ്ട്രേഷൻ, ഒരു മിഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, കുറേ പണപ്പിരിവ്, ചില അധികാര പ്രകടനങ്ങൾ, ഇതിനപ്പുറത്തൊന്നുമില്ല. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്നത് വിശ്വാസികളെ വെറുക്കുവാൻ പഠിപ്പിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ഇപ്പോൾ സീറോ മലബാർ സഭയിലെ പ്രത്യേകിച്ച് അച്ഛന്മാരോടോ പുരോഹിതന്മാരോടോ ചോദിക്കുക, നിങ്ങളുടെ സഭയിലെ ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവും മേന്മയും എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളെ വെറുക്കുന്നവരായിരിക്കണം. ദൈവത്തെ സ്നേഹിക്കണമെന്നില്ല, അത് ഓപ്ഷണലാണ്. സ്നേഹിച്ചാൽ കൊള്ളാം, പക്ഷേ മുസ്ലിങ്ങളെ വെറുക്കുക എന്നുള്ളത് കമ്പൽസറിയാണ്. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ മറ്റുള്ളവരുടെ മേൽ അസൂയ പാലിക്കുക, നിവൃത്തിയുണ്ടെങ്കിൽ മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തുക. എല്ലാവരും, അത് സീറോ മലബാർ മാത്രമല്ല, പരസ്പര അസൂയയിലും സംശയത്തിലും നമ്മുടെ ഇടയിൽ സ്നേഹം എന്ന് പറയുന്നൊരു കാര്യമില്ല. പിന്നെ ഈ കുഞ്ഞുങ്ങൾ, ഈ യുവതിവാക്കന്മാർ എവിടെ നിന്ന് സ്നേഹം പഠിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? സ്നേഹത്തെപ്പറ്റി അവർക്കുള്ള അറിവെന്താണ്? അനുഭവം എന്താണ്? ഭവനങ്ങളിൽ പോലും സ്നേഹമില്ല, നമുക്കറിയാം. ഓരോ ഭവനവും പാനിപ്പത്ത് യുദ്ധത്തിലാണ്. ജീവിതത്തിൽ സ്നേഹം എന്തെന്ന് രുചിച്ചറിയാത്ത കുഞ്ഞുങ്ങൾ, അവർ അവരുടെ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നു. സഭാജീവിതത്തിൽ നിന്ന് അവർക്ക് ആത്മീയമായ ഒരു പരിശീലനവും ലഭിക്കുന്നില്ല. ഞാൻ ആയിരക്കണക്കിന് യുവതിയുവാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ രോദനങ്ങൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഈ പറയുന്നത്, ഞങ്ങളുടെ ജീവിതത്തോട് ബന്ധമുള്ളൊരു കാര്യം പോലും സഭയിൽ നിന്ന് പ്രാപിക്കാമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നില്ല, ഞങ്ങളങ്ങനെ സംഭവിച്ചിട്ടുമില്ല. ഇങ്ങനെയുള്ളൊരു വലിയ ശൂന്യത, ഒരു വലിയ ദാരിദ്ര്യം, ഒരു ക്ഷാമം നമ്മുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നതിനെപ്പറ്റി ആർക്കും അറിയാൻ പോലും താല്പര്യമില്ല. പിന്നാണല്ലോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരു യുവാവും യുവതിയും വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു. അത് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ അതിന് അതിൻ്റേതായ കാൽക്കുലേഷൻസ് ഉണ്ട്. ലവ് മാരേജ് ആണെങ്കിൽ അത് അതിൻ്റേതായ കാൽക്കുലസ് ഉണ്ട്. ഇതിലൊന്നും ദൈവികമായ സ്നേഹത്തിന് ഒരു സ്ഥാനവും ഒരു കാലത്ത്, പ്രത്യേകിച്ച് ഈ കാലത്ത്, കൽപ്പിക്കുന്നില്ല. ഒന്നിൽ സാമ്പത്തികമായ കാൽക്കുലേഷൻ, അല്ലെങ്കിൽ കുടുംബപരമായ ചില മേന്മ, അല്ലെങ്കിൽ ഫോറിനിൽ പോകാനുള്ള ചില ചാൻസ്, അല്ലെങ്കിൽ പുരുഷന് ഒരു കവറപ്പ്, അല്ലെങ്കിൽ സ്ത്രീക്ക് ഒരു കവറപ്പ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ വിവാഹങ്ങൾ നടക്കുകയാണ്. അല്ലെങ്കിൽ ലവ് മാരേജ് ആണെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും പരസ്പരം കാണുന്നു. അവരുടെ ഉള്ളിൽ ചില വികാരങ്ങൾ ആ പ്രായത്തിൻ്റെ പ്രത്യേകതയിൽ ഞൊരഞ്ഞു പതയുന്നു. അവർ ഇതായിക്കൊള്ളട്ടെ എന്ന് പറയുന്നു. അതിൻ്റെ അടിത്തറ എന്താണെന്നോ അവരെങ്ങോട്ട് പോകുന്നു, ഇവിടെ എത്തണമെന്നോ അതിനെപ്പറ്റിയുള്ള വ്യക്തമായ കാഴ്ചകളൊന്നും അവർക്കില്ല. ഇതിൽ ചിലതൊക്കെ വിജയിക്കുന്നു, ഭൂരിപക്ഷവും പരാജയപ്പെടുന്ന ഭൂരിപക്ഷവും അതിൻ്റെ വേദന ഉമിത്തി പോലെ സഹിച്ചുകൊണ്ട് പോകുന്നു. ചിലർ ഇത് വിട്ട് ഓടിപ്പോകുന്നു. അതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വലിയ പ്രശ്നത്തെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇതർഹിക്കുന്ന ഗാംഭീര്യത്തിൽ സത്യസന്ധമായ തുറന്ന മനസ്സോടെ ഇതിനെ ചിന്തിക്കുകയും സത്യത്തിന് അനുയോജ്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഏവരും തയ്യാറാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനി ഇതാണ് വിവാഹത്തിൻ്റെ അവസ്ഥ. സത്യത്തിൽ ഒരു ക്രിസ്തീയ വിവാഹ ജീവിതം നയിക്കുവാനുള്ള ഒരു താരിപ്പോ, ഒരു വ്യക്തിത്വമോ, ഒരു പക്വതയോ നമ്മുടെ യുവതി യുവാക്കന്മാർക്ക് ലഭിക്കത്തക്കവണ്ണം ഭവനത്തിൽ നിന്നോ
സഭയിൽ നിന്നോ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നോ ഈ കാലത്ത് പ്രാപിപ്പാൻ ഇടയില്ല. അതുകൊണ്ടാണ് ഒരു വഴിയിൽ കൂടെ നമ്മുടെ പെൺകുട്ടികൾ മറ്റുള്ള മതത്തിലെ ആൺകുട്ടികളുടെ പോകുന്നു. അതിലെനിക്ക് യാതൊരു അതിശയവുമില്ല. അങ്ങനെ പോയില്ലെങ്കിൽ എനിക്ക് അതിശയമുള്ളൂ. പിന്നെ നമ്മുടെ മത സമൂഹത്തിൽ തന്നെ നടക്കുന്ന കല്യാണങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു, തരിപ്പണമാകുന്നു. യാതൊരു അതിശയവും എനിക്കില്ല. എന്നാൽ ഇതൊക്കെ സംഭവിച്ചിട്ടും എന്താണ് ഇതിൻ്റെ കാരണമെന്നും ഇതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്നും അന്വേഷിക്കുന്നില്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുന്നത്. ഇനിയും വിവാഹമോചനത്തിലേക്ക് വരാം. വിവാഹത്തിൻ്റെ അവസ്ഥ ഇതാണ്. എൻ്റെ നിലപാട് ഇത്ര മാത്രമാണ്. വിവാഹത്തെ പറ്റിയുള്ള നമ്മുടെ സമീപനവും കാഴ്ചപ്പാടും ക്രമീകരണവും ഇപ്രകാരം മാത്രമാണെങ്കിൽ അത് വിവാഹമല്ല നാം നടത്തി കൊടുക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ അടിത്തറയിൽ സ്ഥാപിക്കപ്പെടാത്തത് ഒന്നും ക്രിസ്തീയ വിവാഹമല്ല. അതിന് അഖണ്ഡതയുണ്ട് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്, സത്യത്തിന് നിരക്കാത്തതാണ്. അത് ജനങ്ങളെ വീർപ്പ് മുട്ടിക്കാൻ മാത്രം, അവർക്ക് യാതൊരു നന്മയും വരാൻ സാധ്യതയില്ലാതെ അവരുടെ ജീവിതം നരകതുല്യമാക്കി തീർത്ത് അന്ത്യം വരെയും അങ്ങനെ തന്നെ വെച്ച് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് പ്രതീക്ഷിച്ച് കൊണ്ടു നടക്കാവുന്നൊരു കാര്യമാണ്. ഇത് ദൈവികമായ വെളിച്ചം ഈ ഒരു സമീപനത്തിൽ അമ്പേ ഇല്ല എന്ന് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ വിവാഹമോചനം നടത്തുന്നതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള എതിരഭിപ്രായവുമില്ല. എന്ന് മാത്രവുമല്ല, ഒരു പുരുഷനും സ്ത്രീയും അവർ വിവാഹബന്ധത്തിലേർപ്പെട്ട് ഒരു വിധത്തിലും സമാധാനമോ പരസ്പര വിശ്വാസത്തിലോ മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല, ഒരിക്കലും സാധ്യമാകുകയില്ല എന്ന ഉത്തമ ബോധ്യം വന്നാൽ ഒരു ദിവസം പോലും താമസിയാതെ അവർ വിവാഹമോചനം തേടണം. അത് പരസ്പരമായ സഹകരണത്തിൽ ഒരു വലിയ കോടതി വഴക്കൊന്നുമില്ലാതെ സൗഹാർദ്ദത്തിൽ പിരിയണം. രണ്ടുപേരും അവരവരുടെ കാര്യം നോക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഒരിക്കലും മുതിർന്നു പോകാത്ത സ്നേഹത്തിലല്ല ഇത് സ്ഥാപിക്കപ്പെട്ടത്. സ്നേഹമെന്ന് തെറ്റിദ്ധരിച്ച് എങ്ങനെയോ എവിടെയോ കൊണ്ട് വെച്ച ഒരു ചുവടാണിത്. അത് ഇറക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഒരു അനുഭവം കൂടെ പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് പരിചയമുള്ള ഒരു അമ്മ തൻ്റെ മകളെയും കൊണ്ട് എന്നെ കാണാൻ വന്നു. അപ്പോൾ അവളുടെ പ്രശ്നം, അവളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹ രാത്രിയിൽ അവളുടെ മസൃണനായ ഭർത്താവ് പറഞ്ഞത്, ഞാൻ ഒരു മോഡേൺ യൂത്താണ്, എനിക്ക് ഈ പഴഞ്ചൻ സെക്ഷുവാലിറ്റിയെ പറ്റിയുള്ള പഴഞ്ചൻ ആശയങ്ങളൊന്നും താല്പര്യമല്ല. എൻ്റെ സൗകര്യത്തിനുള്ള ബന്ധങ്ങൾ, എനിക്ക് ഇതിനു മുമ്പ് ബന്ധങ്ങളുണ്ട്, അത് ഞാൻ തുടരും. അതിൻ്റെ വിലങ്ങുതടിയായിട്ട് നിൽക്കാൻ നീ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ അത് നടക്കുന്ന പണി അല്ല. അത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ന്യായമായ മർമ്മഭേദകമായ ഒരു അവസ്ഥയാണ്. അതൊരു വർഷം അവൾ സഹിച്ചു. ഏതെങ്കിലും വിധത്തിൽ മാറ്റം വരുമെന്ന് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ഹൃദയം നൊന്ത് അപേക്ഷിച്ചു. സംഗതികൾ വഷളായിക്കൊണ്ടേയിരുന്ന സാഹചര്യത്തിലാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അവർ പറഞ്ഞത്, സഭയുടെ പഠിപ്പീരനുസരിച്ച് ഒരിക്കലും വിവാഹമോചനത്തിന് സമ്മതിക്കുകയില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ദിവസം പോലും താമസിക്കരുത്, ഒറ്റ ദിവസം ഈ കുഞ്ഞിൻ്റെ ജീവൻ നരകമാക്കരുത്. അവൾ നല്ലൊരു ജീവൻ അർഹിക്കുന്നവളാണ്. മുഖത്ത് നോക്കിയാൽ എനിക്കറിയാം. ഏതായാലും അവർ എൻ്റെ ഉപദേശം സ്വീകരിച്ചു, വിവാഹമോചനം നടത്തി. ആ കുഞ്ഞിന് നല്ല ഒരു വിവാഹം പിന്നെ ഉണ്ടായി. അവർ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കുന്നു. ഞാനതിൽ വളരെയധികം സന്തോഷിക്കുന്നു, ആശ്വസിക്കുന്നു. അതുകൊണ്ട് വസ്തുനിഷ്ഠമായി നമുക്ക് ചിന്തിക്കണം. പഴഞ്ചൻ കഥകളെ ആശ്രയിച്ച് മനുഷ്യജീവിതം നരകമാക്കി തീർക്കുന്നത് മനുഷ്യർക്കോ ദൈവത്തിനോ പറ്റിയ പണിയല്ല. വിവാഹ ജീവിതത്തെ അതിൻ്റെ ആധികാരികതയിൽ സൃഷ്ടിക്കുവാനും പരിപാലിക്കുവാനും നമുക്കുള്ള കടമയെ നാം 100% അവഗണിച്ചിരിക്കുമ്പോൾ, അതിൻ്റെ പരിണിത ഫലമായി യുവതീ യുവാക്കന്മാർ നരകത്തിൽ വീണു പോകുമ്പോൾ,
അവർ അവിടെ കിടന്ന് ആജീവനാന്തം പട്ട് നശിച്ചു പോകണമെന്ന് പറയുന്നത് ഭ്രാന്താണ്. അത് വിശ്വാസമല്ല, അത് ദൈവത്തോടുള്ള ഭയവും ഭക്തിയോ ഒന്നുമല്ല. മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ വെളിപ്പെടുത്തുന്നതിൽ എനിക്ക് അല്പം പോലും ഭയമില്ല. ഞാൻ വിവാഹമോചനത്തിൽ വിശ്വസിക്കുന്നു, വിവാഹമോചനം റെക്കമെൻഡ് ചെയ്യുന്നു. യുവതീവാക്കന്മാരായ ഹതഭാഗ്യരായ, അതായത് സ്നേഹരാഹിത്യത്തിൽ വീർപ്പുമുട്ടുന്ന ദമ്പതിമാരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ സന്തോഷത്തോടെ സുഹൃത്തുക്കളായി പിരിയുവേൻ. കോടതിയിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ നടത്തി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സന്തോഷത്തോടെ സ്വമനസാലെ പിരിയാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുവിൻ. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരാരംഭത്തിന്, രണ്ടുപേരുടെയും ജീവിതത്തിൽ നല്ല ഒരാരംഭത്തിന് അത് വഴിതെളിക്കട്ടെ. സമൂഹത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അസത്യത്തിൻ്റെ ഈ നടുവൊടിക്കുന്ന ഭാരവും പേറി ആജീവനാന്തം കാപട്യം നടത്തി ജീവിക്കുന്നത് അതിനേക്കാൾ വലിയ നരകം ലോകത്തിലില്ല. അതിൽ നിങ്ങളായിപ്പോകരുത് എന്ന് എനിക്ക് നിങ്ങളെപ്പറ്റി വലിയ വലിയ ചിന്തയും കരുതലുമുണ്ട്. അതുകൊണ്ട് ഈ പഴഞ്ചനാശയങ്ങൾ, ഔഗസ്ത്യാനി ആയതുകൊണ്ട് വിവാഹമോചനം പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ വലിച്ച് ദൂരോട്ടെറിയണം. യേശു ഇന്നായിരുന്നുവെങ്കിൽ, നമ്മുടെ സാഹചര്യത്തിലായിരുന്നെങ്കിൽ പറഞ്ഞേനേയും, നിങ്ങൾ ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. കാരണം യേശുവിൻ്റെ അജണ്ട എന്തായിരുന്നു? നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും. അപ്പോൾ ഈ വിവാഹമെന്ന് പറയുന്ന ഈ ഒരു ആപ്പിൽ ചെന്ന് ചാടി, അതുകൊണ്ട് ആജീവനാന്തം നരകതുല്യം ജീവിക്കുന്നതാണോ സമൃദ്ധമായ ജീവൻ? അതാണോ യേശു പറയുന്നത്? പക്ഷേ ഇത് പറയുമ്പോൾ അവസാനമായ ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് ഞാൻ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ന്യായമായും രണ്ട് വ്യക്തികൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ സ്വഭാവ പ്രത്യേകതയുള്ളവർ ഒരുമിച്ചാകുമ്പോൾ ആ പ്രക്രിയ വളരെ സങ്കീർണമാണ്, ക്ലേശമേറിയതാണ്. അതുകൊണ്ട് അവർ ഒരു ശരീരമായി തീരുന്ന പ്രക്രിയ അത് അത്ര ലഘൂകരിക്കരുത്. അതിന് വേണ്ടത്ര ക്ഷമയോടും പ്രത്യാശയോടും പ്രാർത്ഥനയോടും ശ്രമിക്കുകയും ആ ലക്ഷ്യത്തെ ലാക്കാക്കി ഇരുവരും കൈകോർത്ത് പിടിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യണം. ചിലപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് തീരെ ലഘുവായ ഒരു പ്രശ്നം അത് ഊതി വീർപ്പിച്ച് അത് ഇനി പ്രത്യാശയ്ക്ക് വഴിയില്ല എന്നും പറഞ്ഞ് ഇംപെച്വസ് ഡിസിഷൻസ് അതിലെടുത്ത് ചാടി വിവാഹമോചനം തേടി നടന്നാൽ അതൊരു വലിയ അപകടമാണ്. അത് മറ്റതിനേക്കാൾ വലിയ അപകടമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപേ നിങ്ങൾ ഭൂമിയോളം ക്ഷമിപ്പീൻ. ഏറ്റവും സത്യസന്ധമായ സാഹചര്യത്തെ വിലയിരുത്തുവിൻ. എല്ലാറ്റിനും ഉപരിയായി പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ വിവേചന ബുദ്ധി പ്രാപിച്ചിട്ട് നിങ്ങളുടെ അവസ്ഥയെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയും ഇതിൽ നിങ്ങളെപ്പറ്റിയുള്ള ദൈവികമായ ഉദ്ദേശമെന്ത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് തൽഫലമായി പ്രാപിക്കുന്ന ഉത്തമ ബോധ്യത്തിൽ ആശ്രയിച്ച് മാത്രം ഒരു തീരുമാനമെടുക്കുക. ആ തീരുമാനത്തെ നടപ്പാക്കുക. ആ തീരുമാനത്തെ നടപ്പാക്കിയ ശേഷം ഒരിക്കലും തിരിഞ്ഞു നോക്കാതിരിക്കുക. അതുകൊണ്ടാണ് ലോത്തിൻ്റെ ഭാര്യയുടെ കഥ ഉൽപ്പത്തി പുസ്തകത്തിലുള്ളത്. തിരിഞ്ഞു നോക്കിയാൽ ഉപ്പുതൂണായി പോകും. അപ്പോൾ ഒരു പുതിയ ആരംഭമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വിഭാവന ചെയ്തിരിക്കുന്നത് എങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ. പക്ഷേ അതും ആക്കത്തക്കവണ്ണം പുറകോട്ട് തിരിഞ്ഞ് നടക്കരുത്. ഏതായാലും ഈ വിവാഹമോചനത്തെ പറ്റിയുള്ള എൻ്റെ പ്രാഥമികമായ ചിന്തകൾ ഇപ്രകാരമാണ്. ഇത് സഭയുടെ പഠിപ്പിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം പ്രതിഷേധത്തിൻ്റെ സ്വരം ഇപ്പോൾ തൃശ്ശൂർ പൂരം പോലെ പൊട്ടി പുറപ്പെട്ടു വരും. സാരമില്ല. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും ഒരു സംവാദത്തിന് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് സംബന്ധമായ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായി അത് ഉന്നയിക്കാവുന്നതാണ്. എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്ന് കൂടുതൽ ചിന്തിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ ഞാൻ എപ്പോഴും തയ്യാറായിരിക്കും. ഈ ശുശ്രൂഷയിൽ, ഈ ദൗത്യത്തിൽ
നിരന്തരമായി താല്പര്യത്തോടെ പങ്കെടുക്കുന്ന എല്ലാ സഹയാത്രികരോടും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളു.